ഹരേ കൃഷ്ണ. അപ്പൊ ശ്ലോകം 151 നിന്ന് തുടർന്ന് വായിക്കാം. അപ്പൊ നമുക്ക് മാറി മാറി വായിച്ചു പോകാം. തുടങ്ങാം. ഹരേഷ വായിക്കട്ടെ. ശരി ഹരേഷ വായിക്കട്ടെ. ശരി പ്രഭു. ഹരേ കൃഷ്ണ, വായിച്ചു. ഹരേഷ ശ്രീ ചൈതന്യചരിതാമൃതം അതിലില്ല 17 അധ്യായത്തിന് 151. ഹേ മദ ദുൻഹാര കഥഹയ ഠാരേ ഠോരെ പിതരേ അത്തകേ ഹേ ഭുജഹിതന പാരേ. വിവർത്തനം. ഇപ്രകാരം രണ്ടുപേരും പല വിധത്തിലുള്ള സൂചനകളിലൂടെ പരസ്പരം സംസാരിച്ചു. അവരുടെ സംഭാഷണത്തിന്റെ ആന്തരികാർത്ഥം മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശ്ലോകം 152. പ്രഭു കഹേ പ്രശ്ന ലാഗി ആയിലാമ തുമാര സ്ഥാനെ കാജി കഹേ ആജ്ഞ കരേ ഹേ തുമാര മനേ. മഹാപ്രഭു പറഞ്ഞു, പ്രിയ മാതുല, ഞാൻ ഇവിടെ വന്നത് അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. കാസി മറുപടി പറഞ്ഞു, ശരി, താങ്കൾക്ക് സ്വാഗതം. താങ്കളുടെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞാലും. ശ്ലോകം 153. പ്രഭു കഹേ ഗോദുഗ്ധ ഘാവോ ഗാഭി തുമാരാ മാതാ വൃഷാന്ന ഉപജയ താതേൻ കോപിത. മഹാപ്രഭു പറഞ്ഞു, നിങ്ങൾ പശുവിൻ പാൽ കുടിക്കുന്നു, അതിനാൽ പശു നിങ്ങളുടെ മാതാവാകുന്നു. അതുപോലെ കാള ഉപജീവനത്തിന് ആവശ്യമായ ധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നു, അതിനാൽ അത് നിങ്ങളുടെ പിതാവാകുന്നു. പിതാമാതാ മാരി ഖാവോ എബ കോൻ ധർമ്മ കോൻ ബലേ കരതുമേ ഏമദ വികർമ്മ. കാളയും പശുവും നിങ്ങളുടെ പിതാവും മാതാവുമായതിനാൽ അവയെ കൊന്നു ഭക്ഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്ത് ധാർമ്മിക തത്വമാണിത്? എന്തിന്റെ ബലത്തിലാണ് നിങ്ങൾ ഈ പാപകർമ്മങ്ങൾ ചെയ്യാൻ മുതിരുന്നത്? നമ്മൾ പശുക്കളുടെ പാൽ കുടിക്കുന്നുവെന്ന് കർഷകോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിന് കാളകളുടെ സഹായം തേടുന്നുവെന്നും എല്ലാവർക്കും അറിയാം. നമ്മുടെ യഥാർത്ഥ പിതാവ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ധാന്യങ്ങളും മാതാവ് പോലും ഭക്ഷ്യധാന്യങ്ങളും ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും മാതാവ് പാലും എല്ലാം അറിയാം. നമ്മുടെ യഥാർത്ഥ പിതാവ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും മാതാവ് പാലും നൽകുന്നതിനാൽ കാളയും പശുവും നമ്മുടെ പിതാവും മാതാവുമായി പരിഗണിക്കപ്പെടുന്നു. വൈദിക സംസ്കാരം അനുസരിച്ച് 7 മാതാക്കളുണ്ട്. അവയിലൊന്ന് പശുവാണ്. അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു മുസ്ലിമായ കാസിയെ വെല്ലുവിളിച്ചു. പിതാവിനെയും മാതാവിനെയും ഭക്ഷിക്കാൻ വേണ്ടി വധിക്കുന്നതിലൂടെ ഏത് തരത്തിലുള്ള ധാർമ്മിക തത്വമാണ് നിങ്ങൾ പിന്തുടർന്ന്? ഈ മാതാവിനെയും ഭക്ഷിക്കുന്നതിന് വേണ്ടി വധിക്കാൻ ആരും തുനിയുകയുമില്ല. അതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു മുസ്ലിം മതത്തെ മാതൃഹന്താക്കളുടെ മതമെന്ന് വെല്ലുവിളിച്ചു. ക്രിസ്തു മതത്തിലും നീ കൊല്ലരുത് എന്ന ദൈവകൽപ്പനയുണ്ട്. എന്നിരുന്നാലും ക്രിസ്ത്യാനികൾ ഈ നിയമം ലംഘിക്കുന്നു. കൊല്ലുന്നതിലും കശാപ്പ് ശാലകൾ തുറക്കുന്നതിലും അവർ അതിനിപുണരാണ്. കൃഷ്ണാവബോധ ബ്രേക്ക് ആവുന്നു പ്രഭു. ആരെയും ഏതു തരത്തിലുള്ള മാംസം ഞങ്ങൾ പ്രത്യേകം നിരോധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശാസ്ത്രപ്രകാരം പശു മാതാവാണ്. അപ്രകാരം മുസ്ലിങ്ങളുടെ ഗോവധത്തെ ചൈതന്യ മഹാപ്രഭു വെല്ലുവിളിച്ചു. കാജി കഹേ ഹരിദാസ് പ്രഭുവിന്റെ എന്താണ് വൈഫൈ എന്തോ ഇഷ്യൂ ഉണ്ട്, ഇന്റർനെറ്റ്. ഹരിഗോവിന്ദ പ്രഭുവിന്റെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടായിരുന്നില്ല പ്രഭു, പലതും വ്യക്തമായിരുന്നില്ല. ആണോ? അപ്പൊ നെറ്റ് പ്രോബ്ലം ഉണ്ടോ? ബ്രേക്കായി വന്നോണ്ടിരിക്കും. ഓക്കെ, എന്തായാലും വായിച്ചോളൂ, അടുത്ത ആള് വായിച്ചോളൂ. 154 ഭാവാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. വൈദിക സംസ്കാരം അനുസരിച്ച് 7 മാതാക്കളുണ്ട്, അവയിലൊന്ന് പശുവാണെന്ന് പറയുന്നു.
അപ്പോ സപ്തമാതാക്കളെ പറ്റി ഒരു ശ്ലോകമുണ്ട്. എന്ന് വെച്ചാല് ആദിമാത, ഗുരുപത്നി, ബ്രാഹ്മണി, രാജപത്നിക, ധേനു, ധാത്രി തഥാ പൃഥ്വി സപ്തൈതേ മാതരസ്മൃതാഹ എന്ന് പറഞ്ഞാണ് ആ ശ്ലോകം. പ്രഭു ഒന്നുകൂടി ഒന്ന് പറയാമോ അത്? ആദിമാത ആ എന്ന് വെച്ചാൽ സ്വന്തം അമ്മ. ആ പിന്നെ ഗുരോഹോ പത്നി, ഉം. ഗുരുവിന്റെ പത്നി, ഗുരുമാതാവ്. ആ പിന്നെ ബ്രാഹ്മണി, ബ്രാഹ്മണി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ പത്നി. ഉം. പിന്നെ രാജപത്നിക ഉം. എന്ന് വെച്ചാൽ റാണി, ഉം. രാജാവിന്റെ പത്നി, ഭാര്യ. രാജാവിന്റെ പത്നി. പിന്നെ ധേനു, നേഴ്സ്, ഉം. ധേനു, ധേനു പശു. ധേനു, പശു. പശു. പിന്നെ ധാത്രി, ഉം. ഭൂമി, ധാത്രി എന്ന് വെച്ചാല് നേഴ്സ്. നമ്മുടെ ഭൂമിയല്ലേ, നേഴ്സ് ഇല്ലേ, ഉം. നേഴ്സ്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ പരിചരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ. ധാത്രി തഥാ പൃഥ്വി ഭൂമി. സപ്തൈതേ മാതരസ്മൃതാഹ. 1, 2, 3, 4, 5, 6, 7. അമ്മ, ഗുരുപത്നി, ബ്രാഹ്മണി, രാജപത്നി, ധേനു, ധാത്രി, ഭൂമി. പൃഥ്വി. ഹരേ കൃഷ്ണ. അത്രേ ഉള്ളൂ. ഇത് ഏതെല്ലാം ശരീരത്തിലെ പശുവിന്റെ ഏതെല്ലാം ശരീരത്തിലാണെന്നുള്ള സിഗ്നലുണ്ട്, അടയാളം ഈ ഇങ്ങനെ ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. വൈദിക സംസ്കാരം അനുസരിച്ച് 7 മാതാക്കളുണ്ട്. അവയിലൊന്ന് ഇപ്പൊ നമ്മൾ ധേനു എന്ന് പറഞ്ഞത് പശു. അങ്ങനെ. ഇപ്പൊ 7 പേരെ നമ്മൾ അമ്മയായിട്ട് കാണണം എന്നാണ് പറയുന്നത്. Yes, ഹരേ കൃഷ്ണ. തുടരാലോ അല്ലെ? 155 ആരെങ്കിലും തുടരാം? വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. യെസ് മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 155. ശ്രീല പ്രഭുപാദി കി ജയ്. കേൾക്കുന്നോ പ്രഭു? കേൾക്കാമോ? കേൾക്കാം മാതാജി. കാജി കഹേ തുമാര തൈച്ചേ വേദ പുരാണ തൈച്ചേ ആമാര ശാസ്ത്ര കേതാവ പുരാണ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദി കി ജയ്. കാശി മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് വേദങ്ങളെന്നും പുരാണങ്ങളെന്നും വിളിക്കപ്പെടുന്ന ശാസ്ത്രങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് വിശുദ്ധ ഖുറാൻ എന്ന ശാസ്ത്രമുണ്ട്. ഭാവാർത്ഥം. ചാന്ദ് കാശി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് ശാസ്ത്രങ്ങളുടെ ബലത്തിൽ സംസാരിക്കാൻ തയ്യാറായി. വൈദിക ശാസ്ത്രപ്രകാരം ഒരുവന് തന്റെ നിലപാടിനെ വേദങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ പിന്തുണയ്ക്കാൻ കഴിയുന്ന പക്ഷം ആ വാദം പരിപൂർണമാണ്. അതുപോലെ മുസ്ലിങ്ങൾ അവരുടെ നിലപാടിനെ ഖുറാനിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ പിന്തുണയ്ക്കുമ്പോൾ അവരുടെ വാദങ്ങളും ആധികാരികമാകുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പശുക്കളെയും കാളകളെയും കൊല്ലുന്നതിനെ ചോദ്യം ചെയ്തപ്പോൾ ചാന്ദ് കാശി തന്റെ ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് വന്നു. ശ്ലോകം 156. സെയി ശാസ്ത്രകഹേ പ്രവൃത്തി നിവൃത്തി മാർഗഭേദ നിവൃത്തി മാർഗേ ജീവ മാത്രവധേര നിഷേധ. വിവർത്തനമായി ശ്രീല പ്രഭുപാദി കി ജയ്. ഖുറാൻ പ്രകാരം പുരോഗതിയുടെ 2 മാർഗങ്ങളുണ്ട്. ആസ്വാദനത്തിനുള്ള പ്രവണത വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി മാർഗവും ആസ്വാദനത്തിനുള്ള പ്രവണത കുറയ്ക്കുന്ന നിവൃത്തി മാർഗവും. നിവൃത്തി മാർഗത്തിൽ മൃഗവധം നിരോധിച്ചിരിക്കുന്നു. ശ്ലോകം 157. പ്രവൃത്തി മാർഗേ ഗോവധ കരീതേ വിധിഹയ ശാസ്ത്ര ആജ്ഞായ വധ കൈലേ നാഹി പാപഭയ. വിവർത്തനം ശ്രീല പ്രഭുപാദി കി ജയ്. പ്രവൃത്തി മാർഗത്തിൽ ഗോക്കളെ വധിക്കുന്നതിന് നിയമങ്ങളുണ്ട്. അത്തരം വധം ശാസ്ത്രത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് നടത്തുന്ന പക്ഷം അതിൽ പാപമില്ല. ഭാവാർത്ഥം.
ശാസ്ത്രം എന്ന വാക്ക് ശസ് എന്ന ധാതുവിൽ അഥവാ ക്രിയാമൂലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നിയന്ത്രണം അഥവാ ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ശസ് എന്ന ധാതു. ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ആയുധങ്ങളിലൂടെ നടത്തുന്ന ഭരണം ശസ്ത്രം എന്ന് വിളിക്കപ്പെടുന്നു. അപ്രകാരം എപ്പോഴെല്ലാം ആയുധങ്ങളുടെ അല്ലെങ്കിൽ വിധിവിധാനങ്ങളുടെ ബലത്തിൽ ഭരണം നടത്തപ്പെടുന്നുവോ അതിന്റെ എല്ലാം അടിസ്ഥാന തത്വം ശസ്ധാതുവാണ്. ശസ്ത്ര ആയുധങ്ങളിലൂടെയുള്ള ഭരണം, ശാസ്ത്രവിധികളിലൂടെയുള്ള ഭരണങ്ങളിൽ ഭേദം ശാസ്ത്രമാണ്. നമ്മുടെ വൈദിക ശാസ്ത്രങ്ങൾ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ സംബന്ധിക്കുന്ന കേവല നിയമഗ്രന്ഥങ്ങളല്ല. അവ ഇന്ദ്രിയങ്ങളുടെ അപൂർണതകളാൽ ബാധിതരാകാത്ത മുക്താത്മാക്കളുടെ സത്യപ്രസ്താവനകളാണ്. ശാസ്ത്രം നിശ്ചയമായും എല്ലായ്പ്പോഴും ശരിയായിരിക്കും. ചിലപ്പോൾ ശരിയും ചിലപ്പോൾ തെറ്റുമാകില്ല. വേദശാസ്ത്രങ്ങളിൽ പശുവിനെ ഒരു മാതാവായാണ് വിവരിച്ചിട്ടുള്ളത്. അതിനാൽ അവൾ എക്കാലവും ഒരു മാതാവായിരിക്കും. മുൻ വൈദിക യുഗത്തിൽ അവൾ മാതാവായിരുന്നെന്നും ഈ യുഗത്തിൽ അല്ലെന്നും ചില ധിക്കാരികൾ പറയുന്നത് പോലെ അല്ല. ശാസ്ത്രം ആധികാരികമാണെങ്കിൽ പശു എല്ലായ്പ്പോഴും മാതാവാണ്. അവൾ വൈദിക യുഗത്തിൽ മാതാവായിരുന്നു, ഈ യുഗത്തിലും മാതാവാണ്. ശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ പാപപ്രതികരണങ്ങളിൽ നിന്ന് മോചിതനായിരിക്കും. ഉദാഹരണത്തിന് മാംസം ഭക്ഷിക്കാനും മദ്യപാനം ചെയ്യാനും ലൈംഗികത ആസ്വദിക്കാനുമുള്ള പ്രവണത ബദ്ധാത്മാക്കൾക്ക് സ്വാഭാവികമായും ഉള്ളതാണ്. അത്തരം ആസ്വാദനത്തിന്റെ പാതയെ പ്രവൃത്തി മാർഗമെന്ന് വിളിക്കുന്നു. ശാസ്ത്രം പറയുന്നു, പ്രവൃത്തിരേഷാം ഭൂതാന നിവൃത്തിസ്തു മഹാഫല. ബദ്ധജീവിതത്തിന്റെ തെറ്റായ പ്രവണതകളാൽ അപഹരിക്കപ്പെടരുത്. ഒരുവൻ ശാസ്ത്ര നിർദ്ദേശങ്ങളാൽ നയിക്കപ്പെടണം. ദിവസം മുഴുവൻ കളിക്കണം എന്നതാണ് ഒരു കുട്ടിയുടെ മനോഭാവം. പക്ഷേ രക്ഷിതാക്കൾ അവനെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ശ്രദ്ധിക്കണമെന്നത് ശാസ്ത്രാനുശാസനമാണ്. ശാസ്ത്രങ്ങൾ ശരിക്കും മനുഷ്യ സമൂഹത്തിന്റെ വഴികാട്ടിയാണ്. പക്ഷേ ന്യൂനതകളും അപൂർണതകളും ഇല്ലാത്ത ശാസ്ത്രങ്ങളുടെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പരിശോധിക്കുന്നില്ല. അതിനാൽ അവർ ബദ്ധജീവിതത്തിന്റെ ന്യൂനതകൾ നിറഞ്ഞ വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന അധ്യാപകരാലും നേതാക്കളാലും വഴിതെറ്റിക്കപ്പെടുന്നു. ശ്ലോകം 158. ത്വമാരാ വേദേതേ ആച്ചേ ഗോപധേരവാണി അധയേവ ഗോവധ കരേ ബഡ മുനി. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഒരു പണ്ഡിതൻ എന്ന നിലയിൽ കാശി ചൈതന്യ മഹാപ്രഭുവിനെ വെല്ലുവിളിച്ചു. നിങ്ങളുടെ വേദങ്ങളിൽ പശുവിനെ വധിക്കുന്നതിന് അനുശാസനമുണ്ട്. ഈ അനുശാസനത്തിന്റെ ബലത്തിലാണ് മഹാമുനിമാർ ഗോവധമുള്ള യാഗങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. 159. പ്രഭു കഹേ വേദേ കഹേ ഗോവധ നിഷേധ അതയേവ ഹിന്ദു മാത്ര നാകരേ ഗോവധ. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. കാശിയുടെ പ്രസ്താവനയെ നിഷേധിച്ചുകൊണ്ട് മഹാപ്രഭു മറുപടി പറഞ്ഞു, ഗോക്കൾ വധിക്കപ്പെടരുതെന്ന് വേദങ്ങൾ വ്യക്തമായി ആജ്ഞാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദു അയാൾ ആരായിരുന്നാലും ഗോവധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുന്നു. ഭാവാർത്ഥം: വേദശാസ്ത്രങ്ങളിൽ മാംസം ഭക്ഷിക്കുന്നവർക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഒരുവന് മാംസം ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാളീദേവിയുടെ മുന്നിൽ വെച്ച് ഒരാടിനെ വധിച്ച ശേഷം അതിന്റെ മാംസം ഭക്ഷിക്കാം. മാംസം ഭക്ഷിക്കുന്നവർക്ക് ചന്തയിൽ നിന്നോ കശാപ്പുശാലയിൽ നിന്നോ മാംസം വാങ്ങാൻ അനുവാദമില്ല. മാംസം ഭക്ഷിക്കുന്നവരുടെ നാക്കിനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് കശാപ്പുശാലകൾ നടത്താനും അനുവാദമില്ല. ഗോവധത്തെ പൂർണ്ണമായി വിലക്കിയിട്ടുണ്ട്. പശുവിനെ ഒരു മാതാവായി കണക്കാക്കുന്നതിനാൽ ഗോവധം അനുവദിക്കാൻ വേദങ്ങൾക്ക് എങ്ങനെ കഴിയും? കാശിയുടെ പ്രസ്താവന തെറ്റാണെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ചൂണ്ടിക്കാട്ടി. ഭഗവത്ഗീതയിൽ 18:44 ഗോക്കൾ സംരക്ഷിക്കണമെന്ന് സുവ്യക്തമായ ഒരാജ്ഞയുണ്ട്. കൃഷി ഗോരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വ്യാപാരവും പശുക്കളുടെ സംരക്ഷണവും വൈശ്യരുടെ ചുമതലയാണ്. അതുകൊണ്ട് വേദശാസ്ത്രങ്ങൾ ഗോവധം അനുവദിക്കുന്ന കൽപ്പനകൾ അടങ്ങിയതാണെന്ന പ്രസ്താവന തെറ്റാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇതില് ചാന്ദ് കാസി ചൈതന്യ മഹാപ്രഭു തമ്മിലുള്ള സംഭാഷണം രണ്ടുപേരും അവരവരുടെ ശാസ്ത്രങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ്, അവരവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇവിടെ സാധാരണ ഇതുപോലൊരു സംഭവം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലും ചെളിവാരി എറിയലും
കലാപം ഉണ്ടാക്കലും ആ രീതിയിലല്ല ഇവർ തമ്മിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരം നടക്കുന്നത്. ശരിയല്ലേ? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു റെസ്പെക്റ്റബിലിറ്റി, ഒരു ബഹുമാന്യത ഇപ്പോഴും രണ്ടു കൂട്ടരും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോഴും, വളരെ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോഴും ഒരു ഡിസ്കഷൻ ടേബിൾ, അല്ലെ, സംവാദത്തിന്റെ മാർഗത്തെ ഒരിക്കലും അവർ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം. ഇത് ചാന്ദ് കാസിയും ചൈതന്യ മഹാപ്രഭുവും തമ്മിലാണ്. ചിലപ്പോൾ ഭക്തന്മാര് തമ്മിൽ പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സംഭാഷണം ചെയ്യാൻ, സംവാദം ചെയ്യാൻ താല്പര്യപ്പെടാറില്ല. അത് നമ്മുടെ നിലവാരത്തെ കാണിക്കുന്നു അത്. പക്ഷേ എന്തായിരുന്നാലും ഇവിടെ ചാന്ദ് കാസി പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം, രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നു. പ്രവൃത്തി മാർഗത്തില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ആസ്വാദനം വളരെ കാര്യമായിട്ടുള്ള നിബന്ധനകളൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക, ഭൗതിക ആസ്വാദനം കഴിയുന്നത്ര അതിൽ മുഴുകുക. അപ്പൊ എന്ത് സംഭവിക്കും? കുറച്ച് കഴിഞ്ഞ സമയത്ത് മടുക്കും. ആ മടുത്ത് വരുന്ന സമയത്ത് ആൾക്കാരെ ആധ്യാത്മികതയിലേക്ക് പോയിക്കൊള്ളും. ഇങ്ങനെയൊരു ചിന്താഗതി, ഇങ്ങനൊരു പ്രവർത്തന രീതിയാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു എന്താണ് പറയാ, പ്രത്യയശാസ്ത്രമാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. ഈ ചിലരുണ്ടല്ലോ, ഇപ്പൊ ഒരാൾക്ക് മധുരം തിന്നണമെങ്കിൽ തിന്ന് അയാൾക്ക് അസുഖം പിടിക്കും. ഷുഗറോ അതുപോലെ എന്തെങ്കിലും ഒരു അസുഖം വരും. അസുഖം വരുമ്പോൾ അയാൾ തീർച്ചയായിട്ടും അയാൾക്ക് ആ വസ്തു കഴിക്കുന്നത് കുറയ്ക്കേണ്ടി വരും, ഇല്ലേ? അല്ലെങ്കിൽ എണ്ണപ്പലഹാരം ഒരുപാട് കഴിക്കുന്ന ആൾ കൊളസ്ട്രോൾ പിടിച്ച് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അയാൾക്കത് അസുഖം വരുന്ന സമയത്ത് അയാൾ തന്നെത്താനെ നിർത്തിക്കോളും. ഇതാണ് പ്രവൃത്തി മാർഗം. വേണമെങ്കിൽ പരീക്ഷിക്കാം. പക്ഷെ നിവൃത്തി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഈ ഭൗതിക ആസ്വാദനങ്ങൾക്കൊക്കെ ഒരു കടിഞ്ഞാണിട്ട് അത് കുറയ്ക്കുക, അത് കൺട്രോൾഡ് ആയിട്ട് അത് ചെയ്യുക. പക്ഷെ അതിന്റെ കൺട്രോൾസ് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഇതിനു മുകളിലുള്ളൊരു ആധ്യാത്മിക ആനന്ദം, ഒരു ദിവ്യ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ വലുതാക്കി വെച്ചുകൊണ്ട് ഭൗതിക ആസ്വാദനത്തെ കുറയ്ക്കുക എന്നുള്ളതിനെയാണ് നിവൃത്തി മാർഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം. അപ്പൊ ഈ പ്രവൃത്തി മാർഗത്തില് കുറെ ശാസ്ത്രങ്ങളുണ്ട്, കുറെ മതങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ ഇന്ന് നോക്കിയാൽ ഈവൻ വൈദിക സാഹിത്യങ്ങൾക്കകത്ത് തന്നെ കർമ്മകാണ്ഡങ്ങളുണ്ട്. അതിൽ പ്രവൃത്തി മാർഗത്തിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അതിനെ തെരഞ്ഞുപിടിച്ച് അത് വെച്ചിട്ട് സ്പിരിച്വൽ സംഘടനകൾ ഉണ്ടാക്കുന്ന കൂട്ടരാണ് ഇന്ന്. മനസ്സിലായോ? അതുകൊണ്ടാണ് പല സോ കോൾഡ് സ്പിരിച്വൽ ഓർഗനൈസേഷൻസിൽ, ഹിന്ദു സ്പിരിച്വൽ ഓർഗനൈസേഷൻസിൽ പോകുമ്പോഴും അവിടെ ഈ 4 യമനിയമങ്ങളില്ല. അവിടെ ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ, നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നൊന്നും ഒരു നിബന്ധനയില്ല. വരിക, ശ്വാസം വിടുക, 4 മരം നടുക, ഇത്രേ ഉള്ളൂ, അല്ലേ? മെജോറിറ്റിയിൽ അങ്ങനെ തന്നെ. ആ അപ്പോ കുറെ സാമൂഹ്യ പ്രവർത്തനങ്ങള് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുക, ആരോഗ്യം നിലനിർത്തുക, ഇതൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ നിബന്ധനകളൊന്നും ഇല്ല. നോ മീറ്റ് ഈറ്റിംഗ്, അങ്ങനെ ഒരു നിബന്ധനയില്ല. അപ്പോ ഇതൊക്കെയാണ് പ്രവൃത്തി മാർഗത്തിന്റെ രീതികൾ. പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നു, പ്രവൃത്തി മാർഗമല്ല, നിവൃത്തി മാർഗമാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് പറയുന്നു. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ 159 പറയുന്നു, ഒരാൾക്ക് മാംസഭക്ഷണം കഴിക്കണമെങ്കിൽ യഥാർത്ഥത്തില് അതിനും നിബന്ധനകളുണ്ട്. ഒരുവന് മാംസം ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തു പറയുന്നു? കാളി ദേവിയുടെ മുന്നിൽ വെച്ച് ഒരാടിനെ വധിച്ച ശേഷം അതിന്റെ മാംസം ഭക്ഷിക്കാം. അപ്പോ ഒരാൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആര് കൊല്ലണം ആടിനെ? ഈ പറയുന്ന സൊമാറ്റോ, ബ്ലിങ്കിറ്റിലോ ഒക്കെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാൻ സാധിക്കില്ല. അത് വേദനിബന്ധനയല്ല.
ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ചെയ്യണം അല്ല, പൂജാരി. അങ്ങനെയല്ല. ആരാണോ തിന്നാൻ ആഗ്രഹിക്കുന്നത് അയാൾ തന്നെ കൊല്ലണം. ഓ, മനസ്സിലായോ? ആ ഹാ ഹാ. അല്ലാതെ മറ്റൊരാള് കൊന്ന് അതിനെയൊക്കെ ഫ്രീസറിലിട്ട് പാക്ക് ചെയ്ത് അതിനെ പ്ലാസ്റ്റിക്കിലും ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അതിനെ ആരും കാണാതെ ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് തിന്നുന്ന പരിപാടി വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല. പറയുന്നത് ഒരുവന് മാംസം ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാളിദേവിയുടെ മുന്നിൽ വെച്ച് ഒരു ആടിനെ വധിച്ച ശേഷം അതിന്റെ മാംസം ഭക്ഷിക്കാം. മാംസം ഭക്ഷിക്കുന്നവർക്ക് ചന്തയിൽ നിന്നോ കശാപ്പ് ശാലയിൽ നിന്നോ മാംസം വാങ്ങാൻ അനുവാദം ഇല്ല. മാംസം ഭക്ഷിക്കുന്നവരുടെ നാക്കിനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് കശാപ്പ് ശാലകൾ നടത്താനും അനുവാദം ഇല്ല. വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആടിനെയോ അതിലും താഴെയുള്ള ജീവികളെയോ ആണ് ഇങ്ങനെ കൊല്ലാനുള്ള അനുവാദം ഉള്ളത്. ഇല്ലേ? ആടിനെ കോഴിയൊക്കെ കൊന്നു തിന്നുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവര് തന്നെ ചെയ്യണം. ആലോചിച്ച് നോക്ക്, എന്നും രാവിലെ എന്താണ് മറ്റേ അരിവാളും എടുത്ത് അയാൾ പുറത്തിറങ്ങണം, എന്നിട്ട് കൊന്ന് തിന്നണം. മാത്രമല്ല അങ്ങനെ പറയുമ്പോഴേക്കും ഒരു മന്ത്രവും കൂടെ ചെവിയിൽ പറയണം എന്നാണ് പറയുന്നത്. ആ മന്ത്രമാണ് മാംസ. മന്ത്രമാണ് മാംസ എന്നാണ് പേര്. എന്ന് വെച്ചാൽ മാം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ എന്നെ, ആ സഹ എന്ന് വെച്ചാൽ അവൻ, അവൻ അല്ലെങ്കിൽ അവൾ, വട്ടവർ, സഹ അവൻ എന്ന് വെച്ചോളൂ. ഉം. അപ്പൊ മാംസ എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ നാവിൻ്റെ രുചിക്ക് വേണ്ടി എൻ്റെ നാവിന് നിയന്ത്രണമില്ലാത്തത് കൊണ്ട് ഞാൻ അവനെ എന്ന് വെച്ചാൽ ആ മൃഗത്തെ, ആടോ കോഴിയോ എന്താന്ന് വെച്ചാൽ അതിന് ഞാൻ കൊല്ലുകയാണ്. പൂർണ്ണ ബോധത്തോടെ കൊല്ലുകയാണ്. നാളെ അവൻ എന്നെയും കൊല്ലാൻ വേണ്ടി ഞാനും ഈ ഗതിയിലേക്ക് വരേണ്ടി വരും എന്നുള്ള പൂർണ്ണ ബോധത്തോടെ തന്നെ ഞാനിത് ചെയ്യുകയാണെന്നൊക്കെ മന്ത്രം പറഞ്ഞിട്ടാണ് ഈ കൊല നടത്തേണ്ടത്. ഇത്രയൊക്കെ ആണെങ്കിൽ ഒരാൾ എത്ര കാലം മാംസം കഴിക്കും? സ്വന്തമായിട്ട് കൊല്ലാൻ പറഞ്ഞാൽ പിന്നെ ഈ കഴിക്കണവര് നേരം നിർത്തിക്കോളും. അതെ. അല്ല, അത് മാത്രമല്ല പ്രഭു, ആടിനെ കൊന്ന ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ കഴിച്ചു തീർക്കുന്നേ? അതൊക്കെ അവരുടെ കാര്യം, അത് നമ്മൾ ആലോചിക്കണ്ട. അവര് ഷെയർ ഇട്ടോളും. അല്ല, ഒരു ഫാമിലിയാണ് കൊല്ലുന്നത്, അവർക്ക് അപ്പം ഒരാളല്ലേ കൊല്ലുന്നേ, അതെങ്ങനെ? പ്രഭു ഹരകൃഷ്ണ, പ്രഭു ഈ ഗൾഫില് നോക്കി അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത് നമുക്ക് അവിടെ കാണുന്ന കാഴ്ചയാണ്. അവര് ചെവിട്ടില് ഇങ്ങനെ എന്തോ പറയും, അതിനുശേഷമാണ് അവരിത് ചെയ്യുന്നത്. അത് ഈ പെരുന്നാളൊക്കെ വരുമ്പോ അവരോരോ സ്പെഷ്യൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ സംബന്ധിച്ച് ചില അറബികളൊക്കെ അങ്ങനെ തന്നെ കഴിക്കും ഒരെണ്ണത്തിന്. എന്ന് വെച്ചാൽ അവരത്രയും കപ്പാസിറ്റി ഉള്ളവർ. ചിലപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ കഴിച്ചു നിൽക്കുമായിരുന്നു. അല്ല, ഇത് നടക്കുന്നത് ഈ ഇത് എന്തോ പറയണ കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്ന പറയും. ഹരേഷ് ഹരേ കൃഷ്ണ പ്രഭുജി, ചെന്നൈയിലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തൊരു മുസ്ലിംസ് ഉണ്ട്. அவங்க വന്നിട്ട് ഏതാത് പാർട്ടിയൊക്കെ നടത്തുന്നതായിരുന്നെങ്കിൽ അവിടെ വന്ന് കഴിക്കത്തില്ല, ഭക്ഷണം കഴിക്കുകയില്ല. ഇപ്പൊ നോൺ വെജ് ഒക്കെ ആണെങ്കിൽ അവർ പറയും വീട്ടിൽ വന്നിട്ട് അയ്യോ ഞങ്ങൾ ആദ്യം മന്ത്രിച്ച് ഓതി കട്ട് ചെയ്തത് മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ എന്ന് പറയും മുസ്ലിംസ്. അവർ ഓതി കട്ട് ചെയ്യുന്ന മാംസമേ അവർ ഭക്ഷിക്കത്തുള്ളൂ. ഹലാൽ എന്ന് പറയുമല്ലോ. ഈ ഓതുന്നത് ശരിക്കും ഇതാണ് അല്ലെ? ഇന്ന് ഞാൻ നാളെ നീയാണ് ഇതാണ് വാസ്തവത്തിൽ ഓതുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് വലിയ കശാപ്പ് ശാലകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരെണ്ണത്തിനെ കൊന്ന് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഓഫേർഡ് ആണെന്ന് വിചാരിച്ച് ബാക്കി എല്ലാം ഒരു അസംബ്ലി ലൈനിൽ കൊല്ലുകയാണ് മൃഗങ്ങളെ. അതെ അതെ അതെ, ശരിയാ. ഇതൊന്നും ഒരു മതത്തിലും പറയാത്തതാണ് ചെയ്യുന്നത്. ആരോ പറഞ്ഞു, അതായത് ഇഫ് സ്ലോട്ടർ ഹൗസസ് ഹാഡ് ഗ്ലാസ് വാൾസ് there will be no non-vegetarians എന്ന് പറഞ്ഞു. കശാപ്പ് ശാലകൾക്ക് ചില്ലുകൊണ്ടുള്ള ചുവരുകളായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും മാംസഭോജി ആവില്ല എന്ന് പറയുന്നുണ്ട്.
ആ മൃഗങ്ങള് അനുഭവിക്കുന്ന ആ വേദന, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ പറയാൻ മടിക്കരുത്. ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയുന്നുണ്ട്, റൈറ്റ്? എന്തെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോവാം. ഹരേഷ പ്രഭു, ഇതിപ്പോ നമ്മളിപ്പോ ഇതില് പറയുന്നത് മറ്റൊരു അല്ലെ വേറൊരു വിഭാഗത്തിനെ കുറിച്ച്. പക്ഷെ ഇതിലിപ്പോ ഹിന്ദുക്കളിൽ തന്നെ ഭയങ്കരമായിട്ട് ഇത് പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആ ഒരു സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ എന്താ പറയുക, നമ്മളുടെ ഈ ഒരു പ്രചരണം തന്നെയാണ് അതിനെ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു രീതിയിലും, അതായത് നമുക്ക് കൃഷ്ണാവബോധം തന്നെ പ്രചരിപ്പിച്ച് എത്തിക്കുന്നതിലൂടെ മാത്രമേ ഇതിനെ തടയാൻ പറ്റുള്ളൂ. വേറെ ഒരു മാർഗവും ഇല്ല. കാരണം പറഞ്ഞു മനസ്സിലാക്കി ചെയ്യാനായിട്ട് ഇത് സാധിക്കില്ല. കാരണം അതിനെക്കുറിച്ച് അറിയാൻ, അങ്ങനെ ഒരു മാനസാന്തരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലല്ലോ ഒരിക്കലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അവര് അറ്റ്ലീസ്റ്റ് ടിവിയിൽ ഓതുന്നുണ്ട്, ഹലാലെന്നോ എന്തോ പറഞ്ഞു. നമുക്കിതൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് തിന്നാൽ മതി എന്നാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഇപ്പം വിചാരം. ഒരു ഹലാലും വേണ്ട, ഒന്നും വേണ്ട, എപ്പോ വേണമെങ്കിലും മുറിക്കാം, തിന്നാം, അത് തന്നെ. അപ്പൊ അവരേലും മോശമായി നമ്മള്. ഹരേ കൃഷ്ണ. വളരെ ശരി, വളരെ ശരിയാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഇത് സത്യമാണ്. ഇത് ഹിന്ദുത്വം എന്ന് പറഞ്ഞ് നടക്കുന്ന പല വ്യക്തികൾ പോലും ഈ കാര്യത്തിലൊക്കെ അവര് ഹിന്ദുത്വം ഒന്നും കൊണ്ടുവരില്ല. അതെ, വളരെ ശരി. ആഹാരത്തിന്റെ കാര്യത്തിൽ വരുമ്പോ അതിൽ എല്ലാം മാറും. ഉം. ഈ ഹിന്ദുത്വത്തിൽ ഒരു ജന്തുത്വം കൂടി ചേർക്കണമല്ലോ അല്ലേ? എന്ത് പറയാനാ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഒന്നും വേണ്ട പ്രഭു, നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫങ്ഷൻസ് നടക്കുമല്ലോ, ഇപ്പൊ മാരേജ് റിലേറ്റഡ്, ബർത്ത്ഡേ റിലേറ്റഡ് ഫങ്ഷൻസിലെല്ലാം നോൺ വെജ് ഉണ്ട്. ഒരുപാട് ഫങ്ഷൻസിൽ നോൺ വെജ് ഉണ്ട്, റിസപ്ഷൻസിൽ വരുന്നുണ്ട്. പക്ഷെ അത് തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ശരിയാവും. പക്ഷെ എല്ലാവരും എന്തിനാണതെന്ന് മനസ്സിലാവുന്നില്ല. അതിശക്തമായ രീതിയിലാണ് നോൺ വെജ് ഫുഡുകളിൽ വരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. അതായത് ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എത്രത്തോളം ശരിയാന്നറിയില്ല. ഇപ്പൊ ഈ ആടിനെയും പശുവിനെയും ഒക്കെ കട്ട് ചെയ്യുക എന്ന് പറയണത് അവര് ബക്രീദ് ചെയ്യൂലോ. അത് അവരൊരു തരം പരീക്ഷണം അത്രേ, കുട്ടികൾക്ക് എത്രത്തോളം അതില് ധൈര്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ധൈര്യത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാത്ത കുട്ടികളെ അവര് ഇതായിട്ടാ മാറ്റുകയാണ്. ചില കുട്ടികൾക്ക് പേടി ഉണ്ടാവുമല്ലോ, അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബക്രീദ്. അതായത് തല വെട്ടാൻ മടിക്കരുത്, അതാണ് അവരുടെ പോളിസി. അതിനാണ് അവർ കുട്ടികളെ ഈ കൊണ്ട് ബക്രീദ് ചെയ്യില്ല. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ബിസ്മില്ല ചൊല്ലൂലോ ചെവിയില്, എന്നിട്ടാണ് അവര് ആടിനെ കട്ട് ചെയ്യണത്. പക്ഷെ അതുകൊണ്ടാണ് ഇത്രയധികം മാംസം വരുന്നതും. ആ ചൊല്ലിയത് അവര് നമ്മളെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണ് നമ്മൾ ഇത്രത്തോളം. നമുക്കറിയില്ലല്ലോ ഇതൊന്നും, നമുക്ക് എന്ത് കിട്ടിയാലും കഴിക്കുക എന്നുള്ളതാണല്ലോ പോളിസി. അത് അങ്ങനെയാണ് നമ്മൾക്ക് ച്യുതി വന്നത്. അത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പൊ അവര് നമ്മളെ സ്നേഹം കാണിച്ച് നമ്മളെ കൊണ്ട് കഴിപ്പിച്ചു. പിന്നെ നമ്മൾ അതിന് അടിമകളായി. ഇപ്പൊ നേരത്തെ പ്രഭു പറഞ്ഞ പോലെ എങ്ങനെയായാലും കൃഷ്ണാവബോധത്തിൽ കൂടെ മാത്രമേ ഇവരെയൊക്കെ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ഇത് ഒത്തിരി ഒരു സീരിയസ് വലിയൊരു വിഷയമാണ് ഇത്. ഇത് പ്രഭു എന്താന്നറിയോ, ഇപ്പൊ നമ്മൾക്കറിയാം 2 വർഷം, ഒരു 4 വർഷം മുമ്പ് മാംസം കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഒരു ലോറിയിൽ കയറ്റിപ്പോ ആ ഒരു പശുവിനെ മനുഷ്യന്റെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യമല്ലേ. അപ്പൊ ഭക്ഷണത്തിനാണ് ഏറ്റവും മുഖ്യം കൊടുക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. അപ്പൊ അതിനാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ രസകരമായ വിഷയം എന്ന് വെച്ചാല് ചൈതന്യ മഹാപ്രഭു
ചാന്ദ് കാസിയുടെ അടുത്ത് വന്നത് സങ്കീർത്തനത്തിന് ചാന്ദ് കാസി തടയിട്ടു എന്നുള്ളത് കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്, അല്ലെ? പക്ഷേ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് നോക്കൂ. ഈ വിഷയമാണ്. എന്താണ് ഇത് തമ്മിൽ ബന്ധം? എന്തിനാണ് ചൈതന്യ മഹാപ്രഭുവിന് ഇത് പറഞ്ഞൂടെ, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ സങ്കീർത്തനം നിർത്തിയത് എന്നുള്ള ടോപ്പിക്ക് സംസാരിച്ചുകൂടെ? എന്തിനാണ് മഹാപ്രഭു ഈ വിഷയം സംസാരിക്കുന്നത്? അതിലെന്താണ് അതിന്റെ ഒരു കാരണം? ഹരേ കൃഷ്ണ പ്രഭു. അതായത് സങ്കീർത്തന പ്രസ്ഥാനം അതിൻ്റെതായ ഇതിലെത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ചില നിയമങ്ങളുണ്ടല്ലോ. മഹാപ്രഭു അത് ഇൻഡയറക്റ്റ്ലി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അല്ലെ? അറിയില്ല. ഒരു പ്രാവശ്യം പ്രഭുപാദ് ഒരു ഫ്രഞ്ച് പള്ളിയിലച്ഛൻ ഉണ്ടായിരുന്നു. കാർഡിനൽ ഡാനിയലോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കാർഡിനൽ ഡാനിയലോ. അത് നമ്മളെ ഇതാണെന്ന് തോന്നുന്നു, നമ്മുടെ ആത്മഗവേഷണം ബുക്കിലോ സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ അതിലാണെന്ന് തോന്നുന്നു. പ്രഭുപാദും കാർഡിനൽ ഡാനിയലോ തമ്മിലുള്ള സംഭാഷണമുണ്ട്. അതിന്റെ വീഡിയോ ഉണ്ട്. അയാള് ഒരു ഫ്രഞ്ച് കലർന്ന ഇംഗ്ലീഷിൽ സംസാരിക്കും. റൈറ്റ്, എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് ലാംഗ്വേജിലാണ്, ഫ്രഞ്ച് കലർന്ന ഇംഗ്ലീഷിലാണ് പ്രഭുപാദിന്റെ അടുത്ത് സംസാരിക്കുന്നത്. പ്രഭുപാദ് ഇരിക്കുന്ന കാരണം ഒരു സിംഹത്തെ പോലെ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തോടെയാണ് പ്രഭുപാദ ആ ഒരു ഇതിലിരിക്കുന്നത്. ആ വീഡിയോ കിട്ടുമെന്ന് നോക്കട്ടെ, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്. പുള്ളി ഈ ഫ്രഞ്ചുകാരൻ കാർഡിനൽ ഡാനിയലോ, അയാളുടെ കഥ ഒരു കഥയാണ്. ഈ പ്രഭുപാദുമായിട്ടുള്ള സംഭാഷണത്തിൽ പ്രഭുപാദിനെ ഭയങ്കരമായിട്ട് അയാൾ ഒഫൻഡ് ചെയ്തു. പിന്നെ പ്രഭുപാദ് പറയുന്ന ഒന്നും അയാൾ അങ്ങോട്ട് കേട്ടില്ല. അതിനുശേഷം ഭയങ്കര മോശമായ മരണത്തിലാണ് ഈ കാർഡിനൽ ഡാനിയലോ. ലാസ്റ്റ് അയാൾ മരിച്ചത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ്. മദ്യപിച്ച് ലക്കേട്ട് ഒരു വേശ്യാസ്ത്രീയുടെ വീട്ടിനകത്ത് നിന്ന് ഇയാളെ കിട്ടി. പള്ളിയിലച്ഛനാണ്, മരിച്ചുപോയി ആള്. അപ്പോ അയാള് പ്രഭുപാദുമായിട്ട് സംസാരിക്കുകയാണിത്. അതായത് പ്രഭുപാദ് എപ്പോഴും പറഞ്ഞു ദൗ ഷാൽ നോട്ട് കിൽ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് കൊല്ലരുത്, ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പ്രഭുപാദ് പറയുന്നു. അപ്പോ ഈ കാർഡിനൽ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചുകൂടെ ഉന്നതമായ കാര്യങ്ങൾ സംസാരിച്ചൂടെ, നമുക്ക് ദൈവത്തെയും ദൈവസ്നേഹത്തെയും കുറിച്ച് സംസാരിച്ചൂടെ, ക്യാൻ വി നോട്ട് സ്പീക്ക് അബൌട്ട് ഹയർ തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇയാള് കാർഡിനൽ പ്രഭുപാദിനോട് ചോദിക്കുന്നു. അപ്പൊ പ്രഭുപാദ് പറയുന്നു, ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ദ ലോവർ തിങ് then where is the question of higher thing എന്ന് പ്രഭുപാദ് പറയുന്നു. റൈറ്റ്, നാമസങ്കീർത്തനവും ഇതും ഒക്കെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഉന്നതമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മാംസാഹാരം പോലും ഉപേക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് താത്വികമായിട്ടെങ്കിലും അംഗീകരിക്കുക ഇത് ആധ്യാത്മിക ജീവിതത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന മനസ്സെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഉന്നതമായ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്ത് കാര്യം? അത് പറയുന്നു അല്ലെ. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും അറിയാതെ നമ്മൾ വലിയ 10ാം ക്ലാസ് 12ാം ക്ലാസ് കണക്ക് പഠിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? അതുപോലെയാണ്. അപ്പൊ ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. സങ്കീർത്തനത്തിന്റെ മഹാത്മ്യവും ഹരിനാമത്തിന്റെ മഹാത്മ്യവും ഒന്നും ഈ ചാന്ദ് കാസിക്ക് പറഞ്ഞാൽ അത് തലയ്ക്കകത്ത് കയറാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു എന്ത് സംഭാഷണം ഇവിടെ ചെയ്യുന്നത്? നിങ്ങള് പശുവിനെയും കാളയും അച്ഛനെയും അമ്മയെയും കൊന്നു തിന്നുന്നവരാണ്, എന്തിനു നിങ്ങൾ ഇത് ചെയ്യുന്നു? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചൈതന്യ മഹാപ്രഭു സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ കണക്ഷൻ മനസ്സിലായില്ലേ? റൈറ്റ്. സോ ഇതിനെതിരെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ, ചില റോങ് ഫിലോസഫീസ് കൊണ്ടുവരും ചില ആൾക്കാർ. അതിലൊന്നാണ് കേട്ടിട്ടുണ്ടാവും, കൊന്നാൽ പാപം തിന്നാൽ തീരും. ഇത് വേറൊരു സംബന്ധം. ഇതിനെ കുറിച്ച് ഇതിൽ പറയാനുണ്ടോ? പക്ഷെ പ്രഭു ക്രിസ്ത്യാനിറ്റിയിൽ അവർക്ക് പറയുന്നുണ്ട് ഇങ്ങനെ കൊല്ലാം എന്നുള്ളത്.
ഞാനൊരു മാതാജിയോട് ചോദിച്ചപ്പോൾ ആ മാതാജി ക്രിസ്ത്യനാണ്. പക്ഷെ അവർ ഭഗവത്ഗീത ക്ലാസ് ഒക്കെ കേട്ടു. അവര് ആക്ച്വലി ഒരു ബ്രാഹ്മണായിരുന്നു, പിന്നെ ക്രിസ്ത്യാനി കല്യാണം കഴിച്ച് അങ്ങനെ. അപ്പൊ അവര് പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയിലുണ്ട് മാതാജി, ഇങ്ങനെ കറക്റ്റായിട്ട് മനുഷ്യരൊഴികെ ബോധമില്ലാത്ത ജീവികളെ കൊല്ലാതെ. അതെ അതെ. അപ്പോ കൊന്നാൽ പാപം തിന്നാൽ തീരുന്ന് പറയുന്നവരോട് പറയുക, നിങ്ങളെ കൊല്ലുന്നതിൽ പാപം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ അത് തീരും. ശരിയല്ലേ? അങ്ങനെയും പറയാം. ഈ മനുഷ്യർക്ക് മാത്രമേ ആത്മാവുള്ളൂ, മറ്റാർക്കും ആത്മാവില്ല. എന്തടിസ്ഥാനത്തിലാണാവോ അത് പറയുന്നത്? അല്ലേ? അതിലൊരർത്ഥം ഇല്ലല്ലോ. ആത്മാവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് ആണ്, അവബോധമാണ്. മനുഷ്യർക്ക് മാത്രമാണോ അവബോധം ഉള്ളത്? മൃഗങ്ങൾക്കില്ലേ? ചെടികൾക്കില്ലേ? അവരുടെ ബുക്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വിശ്വസിക്കാലോ. അല്ല, ബുക്കിൽ പറയുന്നത് അസംബന്ധമാണെങ്കിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മാത്രമല്ല, ഈ ബുക്ക് എന്ന് പറയുന്നത് ഒറിജിനൽ ഹീബ്രു ബൈബിളിൽ നിന്ന് ഒരുപാട് മാറ്റി മാറ്റി എഴുതിയിട്ടാണ് ഈ കിങ് ജെയിംസ് വെർഷനും പിന്നെ ബാക്കിയുള്ള ഇംഗ്ലീഷ് വെർഷനൊക്കെ ബൈബിൾ വന്നിരിക്കുന്നത് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഭഗവത്ഗീത അങ്ങനെ മാറ്റാൻ സാധിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്ലോകങ്ങളാണ്. ശ്ലോകങ്ങൾ ഒരു പരിധി കൂടുതൽ മാറ്റാൻ സാധിക്കില്ല, അല്ലേ? മറ്റേത് വരികളാണ്, നമുക്ക് അതിനെ മാറ്റി എഴുതാം. പക്ഷേ അതുകൊണ്ടും കൂടിയാണ് വേദസാഹിത്യങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. കാര്യം അതൊക്കെ ശ്ലോക രൂപത്തിലാണ്, മന്ത്രരൂപത്തിലാണ്. അതിനെ മാറ്റാൻ എളുപ്പമല്ല. അതിന്റെ വാക്കുകൾ ഓൾറെഡി ലോക്ക്ഡ് ആണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, ഇതിനെ ഇടയ്ക്ക് ആ വാക്കുകൾ മാറ്റാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മുടെ വൈദിക സാഹിത്യങ്ങളിൽ ശ്ലോകരൂപേണ മന്ത്രരൂപേണ വെച്ചിട്ടുണ്ട്. അതിനെ മാറ്റാൻ സാധിക്കില്ല. അതിന്റെ ആ ശ്ലോകത്തിനെ എടുത്ത് നമുക്ക് വ്യാഖ്യാനിക്കാം, പക്ഷെ ശ്ലോകമേ മാറ്റാൻ സാധിക്കില്ല. പക്ഷെ ബൈബിളിന്റെ കാര്യം അങ്ങനെയല്ല. അതിനെ അവർ മാറ്റി. ഹീബ്രു ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്ത സമയത്ത് അതിനെ മാറ്റി. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ മറ്റൊരു ആർഗ്യുമെന്റ് ഇതാണ്. പ്രഭുപാദിനോട് ഒരാൾ പറഞ്ഞു, അതായത് നിങ്ങള് മൃഗങ്ങളെ കൊല്ലരുതെന്ന് പറയുന്നു, പക്ഷെ ചെടികളും ജീവനുള്ളതല്ലേ? നിങ്ങൾ ചെടികളെ കൊന്നു തിന്നുന്നല്ലോ എന്ന് ചോദിച്ചു പ്രഭുപാദിനോട്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ചെടികള് എന്താ പറയാ, അവബോധത്തിന്റെ നിലവാരത്തിൽ താഴ്ന്ന നിലവാരത്തിലുള്ളതാണ് ചെടികള്. മാത്രമല്ല, അവയെ കൊന്നാലും പാപമാണ്. പക്ഷെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പല്ലുകളും നമ്മുടെ ശരീരഘടനയും ഒക്കെ സസ്യഭുക്കുകൾക്ക് വേണ്ടി ഉള്ള ശരീരമാണ് നമുക്കുള്ളത്. അപ്പോൾ മൃഗങ്ങൾ തിന്നുന്നത് പാപമല്ല. പക്ഷെ നമ്മൾ ആരായിരിക്കണം? ഒരു കടുവയോ ഒരു പുലിയോ ഒക്കെ ആണെങ്കിൽ, സിംഹമോ ആണെങ്കിൽ നമുക്ക് പാപം ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രഭുപാദ ആർഗ്യുമെന്റ് പറഞ്ഞു. അപ്പോഴും ഒരാൾ പറഞ്ഞു, ഇല്ല, എന്നാലും ഈ നിങ്ങൾ ചെടികളെ കൊന്ന് തിന്നുന്നില്ലേ? നെല്ല് ചെടി കട്ടിയായിട്ടല്ലേ നമ്മൾ നെല്ലെടുക്കുന്നത്, അരി എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ പാപമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, പാപമാണ്. പക്ഷെ ചെടികളെ കൊല്ലുന്ന പാപവും മൃഗങ്ങളെ കൊല്ലുന്ന പാപവും രണ്ടും സെയിം ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രഭുപാദ് ചോദിച്ചു. അപ്പോ അയാൾ പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. ചുമ്മാ, അങ്ങനെയാണ് നിങ്ങളുടെ മകനെ തരൂ, ഞാൻ കൊന്നു തിന്നാം എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അയാൾ മിണ്ടാതെ പോയി. അപ്പൊ ഇങ്ങനെ കുറെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഇതൊരു വലിയ വിഷയമാണ്. സ്വരൂപ് ചൈതന്യ പ്രഭു പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു വിഷയമാണ്, ബിഗ് ടോപ്പിക്കാണ്. പക്ഷെ കൃഷ്ണാവബോധത്തിന്റെ അടിസ്ഥാന 4 യമനിയമങ്ങളുടെ ഒരു ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് അത്യാവശ്യം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം റീച്ചിങ്ങിന് വേണ്ടി. റൈറ്റ്? സോ മുന്നോട്ട് വായിക്കാം. ഹരേ കൃഷ്ണ. തുടർന്ന് വായിക്കാം. അടുത്ത ആരെങ്കിലും? അടുത്ത ഏതാണ്? 56 അല്ലേ? ആ, വായിക്കുന്നു, വായിച്ചോളൂ. 160. 160. ഹരേ കൃഷ്ണ. ശ്ലോകം 160. വായിച്ചോളൂ. യായിദേ പാരേ യദി താപേ മാരേ പ്രാണി വേദപുരാണേ ആക്ഷേഹേന ആജ്ഞാവാണി. വിവർത്തനം ശീല പ്രഭാതിക്ക്. ഒരുവന് ഒരു ജീവിയെ പുനർജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവൻ അതിനെ
പരീക്ഷണപരമായ ഉദ്ദേശത്തോടെ വധിക്കാമെന്ന് വേദങ്ങളിലും പുരാണങ്ങളിലും അനുശാസനമുണ്ട്. 161. അതയേവ ജരദ്ഗവ ഭാരേ മുനിഗണ വേദമന്ത്രേ സിദ്ധാകരെ താഹാര ജീവന. വിവർത്തനം ശീലപ്രഭാതിക്ക് ജയ്. അതുകൊണ്ട് മഹാമുനിമാർ ചിലപ്പോൾ പ്രായാധിക്യമുള്ള പശുക്കളെ വധിക്കുകയും അവയെ വേദമന്ത്രങ്ങൾ ചൊല്ലി പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു. 162. ജരദ്ഗവാഹന യുവാഹയ ആരവാര താതേ താരാവത നഹേ ഹയ ഉപകാര. വിവർത്തനം ശീലപ്രഭാതിക്ക് ജയ്. പ്രായാധിക്യം മൂലം ശേഷിയറ്റ അത്തരം പശുക്കളെ വധിക്കുന്നതും പുനർജീവിപ്പിക്കുന്നതും ശരിക്കും വധമായിരുന്നില്ല, മറിച്ച് വലിയ പ്രയോജനകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. 163. കലികാലേ തൈച്ചേ ശക്തി നാഹിയ ബ്രാഹ്മണേ അതയേവ ഗോവധകേഹ നാക്കരേ ഏഖനെ. വിവർത്തനം ശീലപ്രഭാതിക്കുന്നു. മുൻപ് വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് അത്തരം പരീക്ഷണങ്ങൾ നടത്താൻ ശക്തിയുള്ള ബ്രാഹ്മണരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കലിയുഗമായതിനാൽ ബ്രാഹ്മണർ അത്രയ്ക്ക് ശക്തിയുള്ളവരല്ല. അതുകൊണ്ട് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി പശുക്കളെയും കാളകളെയും കൊല്ലുന്നത് നിരോധനമാണ്. 164. അശ്വമേധം ഗവാലംബം സന്യാസം ബലപൈതൃകം ദേവരേണ സുതോത്പത്തിം കൗല പഞ്ചവിവർജയേ. വിവർത്തനം ശീലപ്രഭാതിക്ക് ജയ്. കലിയുഗത്തിൽ 5 പ്രവൃത്തികൾ നിരോധിച്ചിരിക്കുന്നു: അശ്വമേധം, ഗോവധയജ്ഞം, സന്യാസം സ്വീകരിക്കുന്നത്, പിതൃക്കൾക്ക് മാംസതർപ്പണം ചെയ്യുന്നത്, സഹോദരന്റെ പത്നി സന്താനോത്പാദനം നടത്തുന്നത്. ഭാവാർത്ഥം ശീലപ്രഭാതിക്ക് ജയ്. ഇത് ബ്രഹ്മാവൃത പുരാണത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. കൃഷ്ണ ജന്മഖണ്ഡം 185, 180. ഹരേ കൃഷ്ണ. ഹരിബോൾ. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ഇപ്പോ കലിയുഗത്തിൽ 5 പ്രവൃത്തികളും നിരോധിച്ചിരിക്കുന്നു. അശ്വമേധം, പണ്ട് ഗവാലംബം, അശ്വത്തിന്റെ തല അറുത്ത് യജ്ഞത്തിൽ സമർപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അത് വീണ്ടും ആ അശ്വം പുനർജനിക്കുമെന്നാണ് പറയുന്നത്, യഥാർത്ഥത്തിൽ അശ്വമേധം ചെയ്തു കഴിഞ്ഞാൽ. അതേപോലെ ഗോമേധ യജ്ഞം, ഇതേ പറഞ്ഞ പോലെ പ്രായം ചെന്ന പശുവിനെ വധിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത്. സന്യാസം സ്വീകരിക്കുന്നത് കലിയുഗത്തില് നിഷിദ്ധമാണെന്ന് പറയുന്നു. ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും യോജിപ്പുണ്ടോ? പ്രഭുപാദ സന്യാസം പക്ഷെ അല്ല, കൊടുക്കണ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ സന്യാസിമാരുണ്ടല്ലോ ബ്രോ. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തെറ്റിച്ചില്ലേ? അത് നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് തോന്നണം. സന്യാസം സ്വീകരിക്കാം, പക്ഷെ സാധാരണ ജനങ്ങളെ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അതായത് ഇവിടെ പറയുന്ന സന്യാസം കർമ്മസന്യാസം എന്ന് പറയും. കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രവൃത്തികളെല്ലാം നിർത്തിയിട്ട് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യലോ അങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടുള്ള ഒരു കർമ്മസന്യാസം എന്ന് പറയും. മായാവാദീസൊക്കെ ശരിക്കും ചെയ്യുന്നത് അങ്ങനെ ഒരു സന്യാസം ആകേണ്ടതാണ്. പിന്നെ അവർ ഭൗതിക പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടരുത്. റൈറ്റ്? അങ്ങനെയുള്ള സന്യാസമാണ് കലിയുഗത്തിൽ നിഷേധിച്ചിരിക്കുന്നത്. വൈഷ്ണവ സന്യാസം നിഷേധിച്ചിട്ടില്ല. വൈഷ്ണവ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതല്ല. ഭൗതിക ലോകത്തിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും, ഭൗതിക വസ്തുക്കളെല്ലാം ഉപയോഗിക്കും. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഫ്ലൈറ്റ് കയറും. പ്രഭുപാദ് എന്തൊക്കെ ചെയ്തു അല്ലേ? അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ ഞാനാണ് ഇതിൻ്റെയൊക്കെ ആസ്വാദകൻ എന്ന് പറയുന്ന ഭാവം മാത്രം മാറ്റി ഭഗവാനാണ് മനസാ വാചാ കർമ്മണ, ഭഗവാനോട് സ്വയം സമർപ്പിച്ച് ചെയ്യുന്ന സന്യാസമാണ് വൈഷ്ണവ സന്യാസം. റൈറ്റ്? ത്രിദണ്ഡ സന്യാസം എന്ന് കേട്ടിട്ടില്ലേ? സന്യാസിക്ക് ഒരു ത്രിദണ്ഡമുണ്ട്, കണ്ടിട്ടുണ്ടോ? സന്യാസിയുടെ, നമ്മുടെ ഇസ്കോൺ സന്യാസിമാരുടെ ഒക്കെ ദണ്ഡം കണ്ടു കഴിഞ്ഞാൽ ഒരു വടി ഉണ്ടാവും, പിന്നെ ഇതിലൊരു കെ പോലെ ഇങ്ങനൊരു സ്റ്റിക്ക് ഉണ്ടാവും, ഇങ്ങനൊരു സ്റ്റിക്ക് ഉണ്ടാവും.
പിന്നെ മൂന്നാമത്തെ ഇത് ഇങ്ങനെ ഒരു കെ ഷേപ്പിലായിരിക്കും മുകളിൽ. യെസ്, കണ്ടിട്ടുണ്ട്. കണ്ടവരുണ്ടല്ലോ. ആ. അപ്പൊ അതിനാണ് ത്രിദണ്ഡ സന്യാസം എന്ന് പറയുന്നത്. ത്രിദണ്ഡം എന്ന് പറഞ്ഞാല്, ദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? പണിഷ്മെന്റ് അല്ലേ, ദണ്ഡിക്കുക. അപ്പൊ സന്യാസി സ്വയം തന്നെ തന്നെ ദണ്ഡിക്കുകയാണ്. എന്താണ് ദണ്ഡിക്കുന്നത്? 3 കാര്യങ്ങൾ: ബോഡി, മൈൻഡ് മനസ്സാവാച ആൻഡ് വേർഡ്സ്. എൻ്റെ ശരീരം ഭഗവാന് സമർപ്പിതമാണ്, എൻ്റെ ചിന്തകൾ, മനസ്സ് ഭഗവാന് സമർപ്പിതമാണ്, എൻ്റെ വാക്കുകൾ, പ്രവൃത്തികൾ ഇതെല്ലാം ഭഗവാന് സമർപ്പിതമാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സന്യാസം, വൈഷ്ണവ സന്യാസം സ്വീകാര്യമാണ്. ഇതിൽ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശ്ലോകം ഇവിടെ പറഞ്ഞ ശേഷം മധ്യലീലയിൽ വരുമ്പോൾ ഈ പറഞ്ഞ വ്യക്തിത്വം തന്നെ, ചൈതന്യ മഹാപ്രഭു തന്നെ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ്. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭു ഈ സമയത്ത് സന്യാസം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും നവദ്വീപിലാണ് ഇത് നടക്കുന്നത്, അല്ലെ? പക്ഷെ ചൈതന്യ മഹാപ്രഭു പറയുന്നത് സന്യാസം സ്വീകരിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ ആ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കും. അപ്പൊ അതിനർത്ഥം എന്താ? ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ച രീതിയിലുള്ള സന്യാസത്തിന് വിലക്കില്ല. പക്ഷെ കർമ്മസന്യാസം, എല്ലാ ഭൗതിക പ്രവൃത്തികളും നിർത്തി നിശ്ചലമായിട്ട് മനസ്സിനെ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന, വിശ്വാമിത്രൻ ചെയ്യാൻ ശ്രമിച്ച പോലെയുള്ള ഒരു തപസ്സുണ്ടല്ലോ, ഒരു സന്യാസം ഉണ്ടല്ലോ, അല്ലേ? ഒരു മേനകയുടെ ചെലങ്ക കേട്ട് കഴിഞ്ഞാൽ ആ സന്യാസം ഇളകും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു സന്യാസം കലിയുഗത്തിൽ ചെയ്യരുതെന്ന് പറയുന്നു. പിന്നെ പിതൃക്കൾക്ക് മാംസം തർപ്പണം ചെയ്യുന്നത്, സഹോദരന്റെ പത്നിയിൽ സന്താനോത്പാദനം നടത്തുന്നത്. പണ്ട് ഭർത്താവിന് സന്താനോത്പാദന ശക്തി ഇല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് സന്താനോത്പാദന ശക്തി ഇല്ലെങ്കിൽ സഹോദര പത്നിയിൽ ചെയ്യാവുന്നതാണ്. അന്ന് അത്രയും എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് പാണ്ഡവന്മാര് ജനിച്ചത്, കൗരവന്മാരൊക്കെ ജനിച്ചത്, അല്ലേ? എന്താ പറയുക, ധൃതരാഷ്ട്രരും പാണ്ഡുവും ഒക്കെ ജനിച്ചത്. വേദവ്യാസൻ സഹോദരനായിരുന്നു, എന്താ പറയുക, വേദവ്യാസനാണ് അത് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിച്ച ആ വലിയൊരു കഥയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും കലിയുഗത്തില് അലോഡല്ല. കാര്യം ഇതിലൊക്കെ പവിത്രത നഷ്ടപ്പെട്ടു വരികയാണ് കലിയുഗത്തില്. റൈറ്റ്? കുറച്ചുകൂടെ വായിക്കാം. ഹരേ കൃഷ്ണ. 100 പിതൃക്കൾക്ക് മാംസതർപ്പണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തില്. അത് പണ്ട് ഇങ്ങനെ മരിച്ചതിന് ശേഷം ചിലരൊക്കെ ഇങ്ങനെ വീട് വെക്കാന്നൊക്കെ പറയണത് അതാണോ ഉദ്ദേശിക്കുന്നത്? ചിലരെ അവർക്ക് ഇഷ്ടമുള്ളതാണെന്നും പറഞ്ഞിട്ടൊക്കെ ചെയ്യാറുണ്ട്, അതാണോ? അതൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കലിയുഗത്തില്. അതെ, അതില് മദ്യവും മാംസവും വയ്ക്കും. അതല്ലേ ഈവൻ ഇവിടെ ഉണ്ടല്ലോ ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ പറശ്ശിനിക്കടവിലല്ലേ, അവിടെയൊക്കെ അങ്ങനെ. പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നവരും ഉണ്ട്, ചില ആചാരങ്ങൾ. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ ഇതൊക്കെ പാപം കിട്ടി, അയാൾ മരിച്ചു കഴിഞ്ഞെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച അതും സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ഒരു കാര്യം, ഇപ്പൊ മാഘമാസ ഉത്സവം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഒരു ആദ്യത്തെ സ്വാമി ഉണ്ടല്ലോ, മണ്ഡലേശ്വരൻ, അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ ധർമ്മം സ്ഥാപിക്കുക എന്നുള്ളത് ഒരു സന്യാസിയുടെ കടമയാണ്. അതിനു വേണ്ടിയിട്ട് ആ സന്യാസിക്ക് ഏതറ്റം വരെ പോവാം. ഒരു കണക്കിന് എന്റെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്, അവര് ഒരു തരത്തിൽ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്തത്? കാരണം മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റില് ഹിന്ദുമതം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു മാഘമാസ ഉത്സവം നടത്തണേ, അല്ലെ? അങ്ങനെയുള്ള ഒരു സമയത്ത് അപ്പൊ അവര് ചെയ്യണ ധർമ്മത്തിനെ നമ്മൾ എന്ത് പറയും? എന്തു പറയുന്ന വെച്ചാ, അതായത് ഇപ്പൊ വൈഷ്ണവ ധർമ്മമാണ് നമ്മൾ ചെയ്യണത്, അതാണ് മുഖ്യമായിട്ട് നമ്മൾ പറയണത്. പക്ഷെ ഇവരും ധർമ്മത്തിന് വേണ്ടി തന്നെ നിലകൊള്ളണത് കൊണ്ടല്ലേ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോഴും അതിനെ പിടിച്ചു നിർത്താനായിട്ട് അഘോരികളായിട്ടും നാഗസന്യാസിമാരായിട്ടും വന്നത്. അപ്പോ അതിനെ നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? അതായത് തള്ളി പറയാൻ പറ്റുമോ? നമ്മള് ഒന്നിനെയും, ഈ പറയുന്ന സന്യാസിമാരും ഈ പറയുന്ന ഹിന്ദു സംഘടനകളെയും മാത്രമല്ല,
നമ്മൾ ആരും നമ്മുടെ വൈഷ്ണവ ധർമ്മത്തിന് അനുകൂലമായിട്ടുള്ള, ചിലപ്പോൾ എക്സാക്ട്ലി വൈഷ്ണവ ധർമ്മം ആയിരിക്കില്ല പലപ്പോഴും, പക്ഷെ എന്നാലും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സമർത്ഥിക്കുകയും അതിനെ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഈവൻ ക്രിസ്ത്യൻസിലാണെങ്കിലും കുറച്ച് വെജിറ്റേറിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? എന്ത് ഏത് ബ്രോ? വിഭാഗമാണെന്ന് മറന്നുപോയി. ആ പെന്തക്കോസ്റ്റ് ആണോ? ഇല്ലില്ല, അല്ല, പെന്തക്കോസ്റ്റ് അല്ല. അവര് പെന്തക്കോസ്ത് അല്ല, അല്ലാതെ ഒരുപാട് പെന്തക്കോസ്റ്റ് അല്ല. പേരുണ്ട്. അതായത് അവരുടെ ഇതില്ലേ, ഈസ്റ്ററിന്റെ സമയം അവര് 1.5 മാസം എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കും. അവര് അപ്പൊ അതൊക്കെ നോൺ വെജ് കഴിക്കില്ല. അല്ല, ചില വിഭാഗങ്ങളുണ്ട്. ഈവൻ മുസ്ലിംസിൽ ഡ്രൂസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവര് വെജിറ്റേറിയൻസ് ആണ്. ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം. കൃഷ്ണാവബോധത്തിന് അനുകൂലമായ നിലപാടുകൾ ആരെടുക്കുകയാണെങ്കിലും ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെ അപലപിക്കുകയോ ചെയ്യും. അത്രേ ഉള്ളൂ. പ്രഭുപാദ് ആ ഒരു ഇതാണ് എടുത്തത്. നമ്മൾ ഹിന്ദുവാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ നോക്കിയിട്ട്, അത് നമുക്കറിയാം ഓരോ ജീവാത്മാവിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രേമമാണ്, മോക്ഷം പോലും അല്ല, അല്ലെ? ഭഗവത് പ്രേമമാണ് ഒരാളുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ലക്ഷ്യത്തിന് എന്താ പറയുക, ഫേവറബിൾ ആയിട്ട് അതിന് അനുകൂലമായി പോകുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻകറേജ് ചെയ്ത് അതിനെ നമ്മൾ വളർത്തുകയും, അതേസമയം അതിനെതിരെ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സിമ്പിളാണ്, അത്രേ ഉള്ളൂ. അതായത് ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളണത് ആരായാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം, അല്ലെ? പരമധർമ്മം കൃഷ്ണപ്രേമമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ അവരതല്ലല്ലോ പറയണേ. അവരതല്ലായിരിക്കും പറയുന്നത്, പക്ഷെ നമ്മൾ അതാണ് പരമധർമ്മം എന്ന് മനസ്സിലാക്കി ആ പരമധർമ്മത്തിന്റെ ദിശയിലേക്ക് പോകുന്ന ഏതൊരു കാര്യത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ അയാൾ ഹിന്ദു ആണോ ഹിന്ദു അല്ലയോ, ക്രിസ്ത്യൻ ആണോ മറ്റൊരു വ്യക്തിയാണോ, അങ്ങനെയൊന്നും നോക്കുന്നില്ല. ആ വ്യക്തിക്ക്, അതായത് കൃഷ്ണാവബോധം എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ അതിന് അനുകൂലമായത് എന്താണത് അനുകൂലമല്ലാത്ത എന്താണെന്ന് നമുക്ക് നിർവചിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ കൃഷ്ണാവബോധത്തിന് അനുകൂലമായ ഒരു കാര്യമാണെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യും നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയിലും ക്രിസ്ത്യൻസ് പലപ്പോഴും ഒക്കെ അവര് പണ്ടൊക്കെ ഈ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും. താങ്ക്സ് ഗിവിംഗ് ഡേ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മഞ്ഞുകാലത്തിന് തൊട്ടു മുൻപ് അത്രയും കാലം ചെയ്ത വിളവൊക്കെ എടുത്ത ശേഷം ആ വിളവിനെയൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് അതിനൊരു നന്ദി പറയുക എന്നുള്ളതാണ് വാസ്തവത്തിൽ താങ്ക്സ് ഗിവിംഗ് ഡേ. ഇനി വരാൻ പോകുന്ന മഞ്ഞുകാലം അപ്പൊ ഒന്നും കൃഷിയൊന്നും നടക്കില്ല, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ, വടക്കൻ രാജ്യങ്ങളിലൊക്കെ ശൈത്യമായിരിക്കും, നടക്കില്ല. അപ്പൊ ആ സമയത്ത് അതിനു മുൻപ് ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ചെയ്യാറുണ്ട്. അപ്പൊ താങ്ക്സ് ഗിവിങ്ങിനെ നമ്മൾ അഭിനന്ദിക്കും. പക്ഷെ അതിനകത്ത് ടർക്കി കോഴിയെ വെട്ടിക്കൊല്ലുന്ന ഒരു ചടങ്ങുമുണ്ട്. അതിനെ നമ്മൾ അഭിനന്ദിക്കുമോ? ഇല്ല. അപ്പോൾ ഒരേ ഒരു ചടങ്ങില് ചില കാര്യങ്ങൾ നമ്മൾ ആ നന്ദി പറയുക എന്നുള്ളൊരു ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് അവരും പ്രാർത്ഥന ചൊല്ലാറുണ്ട്. യഥാർത്ഥ ക്രിസ്ത്യാനികള്, സത്യക്രിസ്ത്യാനികൾ ചിലപ്പോൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട്. അപ്പൊ ദൈവത്തിനോട് പ്രാർത്ഥന ചൊല്ലി നന്ദി പറയുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നു. കാര്യം നമ്മളും മഹാപ്രസാദി ഗോവിന്ദെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ നോക്കിയിട്ടല്ല അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെയും കൃഷ്ണാവബോധം എന്നുള്ള ലക്ഷ്യത്തിന് അവർ ചെയ്യുന്നതിൽ ഏതൊക്കെയാണ് ഹിതമായിരിക്കുന്നത് ഏതൊക്കെയാണ് അഹിതമായിരിക്കുന്നത് എന്നുള്ളത് വിവേചിച്ച് ഹിതമായതിനെ അംഗീകരിക്കുകയും അഹിതമായതിനെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു വൈഷ്ണവന്റെ നിലപാട്. പൊതുവായിട്ടൊരു തത്വം പറഞ്ഞതാണ്. ക്ലിയർ ആണോ? അത് അഘോരികളായിക്കോട്ടെ, അഹമ്മദീയരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ എന്ത് ഫേവറബിൾ ആണോ അതിനെ നമ്മൾ അംഗീകരിക്കും. അൺഫേവറബിൾ ആയത് അതിന് കൃഷ്ണാവബോധം എന്താണെന്ന് നല്ലോണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോ പ്രഭുപാദ് ഒരു പ്രാവശ്യം റഷ്യയിൽ പോയി.
റഷ്യയിൽ പോയ സമയത്ത് അവിടെ കമ്മ്യൂണിസം കാരണമാണ്, അക്കാലത്തെ കമ്മ്യൂണിസം കാരണമാണ് റഷ്യയിൽ ഭൗതിക പുരോഗതി വളരെ കുറവായിരുന്നു. മനസ്സിലായില്ലേ? എന്നത്തെ റഷ്യ? പ്രഭുപാദ് പോയ 1970-കളിലെ റഷ്യ. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു കമ്മ്യൂണിസത്തിന്റെ രണ്ടു വശങ്ങളും പ്രഭുപാദ് പറഞ്ഞു. ഒരു വശത്ത് കമ്മ്യൂണിസം കാരണം ജനങ്ങളുടെ ആത്മാവിന്റെ പ്രവർത്തിക്കാനും കാര്യങ്ങൾ നേടാനുമുള്ളൊരു പ്രവണത ഓരോരുത്തർക്കും ഉണ്ട്, ഇല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുള്ളൊരു പ്രവണത നമുക്കുണ്ട്. അതിനെ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അതിനെ ബാധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഭുപാദ് അതിന്റെ ഒരു നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ അതേസമയം പറഞ്ഞു ഈ കമ്മ്യൂണിസം കാരണം അന്നത്തെ കാലത്ത് റഷ്യയിലുള്ള, ഇന്നത്തെ റഷ്യ മാറി, അന്നത്തെ റഷ്യയിലുള്ള ജനങ്ങള് അമേരിക്കയെ പോലെ അത്രയും ഭൗതികതയിൽ വീണു പോയിട്ടില്ല, അതുകൊണ്ട് കമ്മ്യൂണിസം കൊണ്ട് നല്ലതും ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രഭുപാദ് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രഭുപാദിന്റെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ പ്രഭുപാദിന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തിന് അനുകൂലമായതെന്തോ അതിനെ അനുകൂലിക്കുക, അല്ലാത്തതിനെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു. നമ്മളും പ്രഭുപാദിന്റെ ഫോളോവേഴ്സ് എന്നുള്ള രീതിയിൽ ആ ഒരു സമീപനമാണ് കൈക്കൊള്ളേണ്ടത്. അല്ലാതെ ഹിന്ദു എല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലാത്തവരെല്ലാം മോശമാണെന്നും പറയാൻ പറ്റില്ല. എല്ലാറ്റിലും കൃഷ്ണാവബോധത്തിന് അനുകൂലമായതുണ്ട്, പ്രതികൂലമായതുണ്ട്. കണ്ടറിഞ്ഞ് വിവേചിച്ച് നമ്മൾ തീരുമാനങ്ങൾ പറയണം. ഓക്കെയാണോ? അതായത് അവർക്ക് കൃഷ്ണാവബോധം അല്ല പ്രഭു, അവര് ശിവനെയാണല്ലോ അവര് ഇതാവുക. പക്ഷെ ആയിക്കോട്ടെ, ചെയ്യണത് ധർമ്മമാണ്. അപ്പൊ നമ്മൾ അതിനെ അനുകൂലിക്കണം അല്ലെ? അതാണോ? അങ്ങനെയല്ല പറഞ്ഞത്. ഉം. നമ്മുടെ ധർമ്മം കൃഷ്ണാവബോധമാണ്, ഉം. അവരുടെ കാര്യമല്ല പറയുന്നത്. അല്ല, നമുക്ക് നമ്മള് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇത് പ്രഭു പറഞ്ഞപ്പോൾ ചോദിച്ചു. ഇല്ല, നമ്മളെപ്പോഴും കൃഷ്ണാവബോധത്തിന്റെ വീക്ഷണത്തിലല്ലേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഉം, ഉം, അപ്പൊ കൃഷ്ണാവബോധത്തിന്റെ വീക്ഷണ കോണത്തിൽ നിന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതാണോ അനുകൂലമായിട്ടുള്ളത്, ഇപ്പൊ കുറെ വെജിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു തത്വം അവർ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ബ്രഹ്മജ്ഞാനം വരെ അവർ എത്തുന്നുണ്ട്. അതൊരു വലിയൊരു മുന്നേറ്റമാണ്, അല്ലേ? ഉം, ഉം. അതെ. അപ്പൊ അത്രയും വരെ പ്രഭുപാദും അവരെ അംഗീകരിക്കുന്നുണ്ട്, അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുകളിൽ നമുക്ക് അനുകൂലിക്കാൻ സാധിക്കില്ല. ഉം, ഉം, ഉം. നമ്മുടെ വീക്ഷണം എപ്പോഴും നമ്മുടെ വീക്ഷണം ആയിരിക്കണം, അല്ലേ? അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി. ഹരേ കൃഷ്ണ. അപ്പൊ എവിടെ എത്തി നമ്മള്? ശ്ലോകം 164 നിർത്തി. ഓക്കെ, നിർത്തണോ? 64 നിർത്തിയാലോ? നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്താം. നാളെ തുടരാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നന്ദകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय जय। हरि हरि। ഹരി हरे कृष्ण। ഗോപാൽ പ്രഭു കി ജയ്. ഹരി